സുവർസാറാണ്. അങ്ങനെ +1 കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്ന ഒത്തിരി കുട്ടികളൊക്കെ കാണും. പല കുട്ടികളും നമ്മുടെ ചാനൽ നേരത്തെ തന്നെ കണ്ടുകൊണ്ട് ഇപ്പോൾ +2 പഠിക്കുന്നവരും +2 കഴിഞ്ഞവരും ഒക്കെ നമ്മുടെ ചാനൽ ഒത്തിരി കണ്ട് അടിപൊളിയായിട്ട് മാർക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ മാക്സിമം നിങ്ങൾ കാണുകയും നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ മാർക്ക് ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ +1ൻ്റെ മാത്സ് ഒത്തിരി കുട്ടികൾ എടുക്കുന്നതാണ്, എല്ലാ വർഷവും ഉള്ളതാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്നും അങ്ങോട്ട് കയറുമ്പോൾ +1ലോട്ട് കയറുമ്പോൾ പേടിയോ കാര്യങ്ങളൊന്നും അല്ല, ഒരു പുതുമ, എന്തോ ഒരു പുതിയതാണ് പഠിക്കാനുള്ളതെന്നൊക്കെയുള്ള മനസ്സിലുണ്ട്. നല്ലൊരു വിനയഭാവമൊക്കെ കുട്ടികളുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ മുഖത്ത് നമുക്ക് കാണാറുണ്ട്. ഫേസിൽ അതിനെക്കുറിച്ചുള്ള ഫീലിങ്സൊക്കെ നല്ലപോലെ പഠിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഫുൾ A+കാരൊക്കെ ഒത്തിരി പേരുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് +1നും ഇതേപോലെ നിലനിർത്തുക. ആ +1ന് കിട്ടിയ ടോപ്പ് മാർക്സ് അതേ ഓൾട്ടിറ്റ്യൂഡിൽ തന്നെ മുന്നോട്ട് പോയി +1നും ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ അതിനൊക്കെയുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിച്ച് ഏറ്റവും ടോപ്പിലെത്തുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ മാക്സിമം കാണുക. പിന്നെ നമുക്ക് ഫുൾ ക്ലാസ്സായിട്ട് എന്തായാലും നമുക്ക് ഇതിൽ കൂടെ തരാൻ പറ്റില്ല ഇത്രയും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ അടിപൊളിയായിട്ട് മാത്സിന് ഏറ്റവും സിമ്പിളായിട്ട് സൂപ്പറായിട്ടുള്ള ക്ലാസ് കിട്ടി. ഏതൊരാൾക്കും മാത്സ് എന്ന് പറഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ലപോലെ എഴുതാൻ പറ്റുന്ന ക്ലാസ്സുകൾ, അതിൻ്റെ കൂടെ നോട്ട്സുകൾ എല്ലാം കിട്ടും. ഓക്കെ, അടിപൊളിയായിട്ട്. പിന്നെ അതുപോലെ ഇക്വേഷൻ ബുക്കിലായിട്ട് ഫുൾ ഫോർമുലാസ് അടങ്ങുന്ന ഇക്വേഷൻ ബുക്കിൽ നിങ്ങൾ വീട്ടിലോട്ട് പോസ്റ്റലായിട്ട് അയച്ചു തരും. എക്സാം എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ പാക്കേജിങ് കിട്ടും, ക്വസ്റ്റ്യനും കിട്ടും, ആൻസറും കിട്ടും. അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, ഇന്ന് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റേഴ്സുകളുടെ മുഴുവൻ ഡിസ്കഷൻ അല്ല, നമ്മുടെ എക്സാമിനേഷൻ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. നമ്മളിപ്പോൾ എക്സാം എഴുതാൻ പോവാം, എങ്ങനെയാണ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ്റെ രീതികൾ, ആ പാറ്റേൺ എത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്തേരെ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾക്ക് പറ്റുന്നിടത്തോട്ടെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ വിട്ടേര്. ഓക്കെ, നമ്മുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ 60ലാണ് മോനെ, 60ലാണ് റിട്ടേൺ എക്സാം. ഞാനിപ്പോൾ റിട്ടേൺ എക്സാമാണ്, ഇൻറ്റേർണൽ കൂട്ടുന്നില്ല, 20 ഉണ്ട് ഇൻറ്റേർണൽ. 60 20 ചേർത്ത് 80ലാണ് നമ്മുടെ ആൻസർ. എത്ര ക്വസ്റ്റ്യൻ മാർക്ക് എത്ര വരുന്നത്? 80ലാണ്. ഞാനിപ്പോൾ റിട്ടേൺ എക്സാം പരീക്ഷയ്ക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ എത്ര മാർക്കിലാണ് എഴുതുന്നതെന്നുള്ളതാണ്. 20ന് ഇപ്പം കൂട്ടുന്നില്ല. 60ൽ എത്ര കിട്ടി എന്നുള്ളതാണ്. ഇവിടെ 60 വരണം, താഴെ മണ്ടയ്ക്ക് ഒരേപോലെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് അത് തന്നെയാണല്ലോ, അതുപോലെ വരുത്താൻ പറ്റും മോനെ. സിമ്പിളാണ് എന്ന് പറഞ്ഞാൽ, സിമ്പിൾ എന്ന് പറയുമ്പോൾ ചുമ്മാതെന്നല്ല, നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതിനുള്ള വഴിയൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 80 മാർക്കിലാണ് 60 മാർക്കിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഈ 60 മാർക്ക് എങ്ങനെയാണെന്ന് കേട്ടോ, 3 മാർക്സിൻ്റെയും 4 മാർക്സിൻ്റെയും 6 മാർക്സിൻ്റെയും 3 സെക്ഷൻസാണ് നമുക്കുള്ളത്. ഓക്കെ, ഈ 3 സെക്ഷൻസിൽ നിന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ 3 മാർക്സിൻ്റെ നിങ്ങൾക്ക് 8 ക്വസ്റ്റ്യൻസ് തരും, 8 എണ്ണം. നിങ്ങൾക്ക് അതിനുള്ളിൽ നിന്നും മാക്സിമം 6 എണ്ണമേ എഴുതിയിട്ട് കാര്യമുള്ളൂ. 6 എണ്ണത്തിൽ കൂടുതൽ വാല്യൂ ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ 7 എണ്ണം എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് 7 എണ്ണത്തിന് മാർക്ക് തരില്ല. 7 എണ്ണം എഴുതിയാൽ 7 എണ്ണം നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്കുള്ള 6 എണ്ണമേ അവിടെ നിന്ന് എടുക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ 3 മാർക്കിൻ്റെ ഫസ്റ്റ് സെഷൻ, ഇത് സെക്കൻഡ് സെഷൻ, ഇത് തേർഡ് സെഷൻ, അങ്ങനെ 3 കാറ്റഗറിയാണ്. ഇവിടുന്ന് 3 × 6 നമുക്ക് കിട്ടുന്നത് മാക്സിമം 18 മാർക്സാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ പറ്റുന്നത്. 18, അതിൽ കൂടുതലില്ല. 7 എണ്ണം എഴുതുന്നതുകൊണ്ട് 7 × 3 21 കിട്ടത്തില്ല, 18 വരെ അത്രയേ ഉള്ളൂ മാക്സിമം. ഇനി 4 മാർക്സിൻ്റെ അതേപോലെ നോക്കുമ്പോൾ അവിടെയും 8 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ 6 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് മനസ്സിലായ കാര്യം എന്തുവാ, 2 എണ്ണം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ചോയ്സ് മോനെ. അപ്പോൾ എന്തെങ്കിലും ടഫായിട്ടുള്ള ചാപ്റ്റർ നമ്മൾ ഒന്ന് പഠിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഫുൾ മാർക്ക് നഷ്ടപ്പെടില്ല. അതാണ് നമുക്ക് ഇതിനുള്ളിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം. ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചില്ല, കുഴപ്പമൊന്നുമില്ല, ആ ചാപ്റ്റർ എഴുതില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. മറ്റുള്ള ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നും നിങ്ങൾക്ക് ലീവ് ചെയ്യാം, മീൻസ് കളയാം. ഇവിടെ നിന്നും അതുപോലെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ മൈൻഡ് ചെയ്യണമെന്നില്ല, മീൻസ് അറിയാമെങ്കിൽ വിടാം, അതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ 8 എണ്ണത്തിൽ നിന്ന് 6 എണ്ണമേ എഴുതിയിട്ട് കാര്യമുള്ളൂ. ഇനി സമയം ഉണ്ടെങ്കിൽ 8 എണ്ണമൊക്കെ എഴുതാം, അതൊക്കെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ഇവിടുന്ന് 6 എണ്ണമൊക്കെ എഴുതി തീർത്ത് പോവുക, സമയം ഉണ്ടെങ്കിൽ ഒരു 2 എണ്ണം കൂടെ എഴുതി തീർക്കാം വേണമെങ്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് 6 × 4 24 മാർക്സാണ് ഇവിടെ കിട്ടുന്ന. കാരണം ഒരു ക്വസ്റ്റിന് 4 മാർക്ക് വെച്ച് 6 ക്വസ്റ്റിന് 6 × 4 24 മാർക്കേ മാക്സിമം കിട്ടുള്ളൂ. ഓക്കെ, 8 എണ്ണം ചോദിക്കുകയൊക്കെ ചെയ്യും. ഇവിടുന്ന് 8 എണ്ണം ചോദിക്കും, ഇവിടുന്ന്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ ചോയ്സ്, അവിടെയും 2 ക്വസ്റ്റ്യൻ ചോയ്സ്. ഇവിടെ നിന്നും നിങ്ങൾക്ക് ചോദിക്കുന്നത് 4 ക്വസ്റ്റ്യൻസ് ആണ്. 4 എണ്ണം ചോദിക്കും.
നിങ്ങൾ 3 എണ്ണം എഴുതിയാൽ മതി. 3 എണ്ണത്തിനുള്ളത് തരത്തുള്ളൂ. ഒരെണ്ണം അപ്പോൾ ചോയ്സാണ്, ഒന്ന് വിട്ടാലും പ്രശ്നമില്ല. 6 മാർക്സ് ആണേ, 6 മാർക്കിൻ്റെ ആണ്. ഇതെല്ലാം മാർക്സ് ആണ് കേട്ടോ, മാർക്ക് പെർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് സെഷനിലെ ഓരോ ക്വസ്റ്റിനും 3 മാർക്ക് വീതം, സെക്കൻഡ് സെഷനിലെ ഓരോ ക്വസ്റ്റിനും 4 മാർക്ക് വീതം, തേർഡ് സെഷനിലെ ഓരോ ക്വസ്റ്റിനും 6 മാർക്ക് വീതം. 4 എണ്ണം ചോദിക്കും, 3 എണ്ണം എഴുതിയാൽ മതി, ഒരെണ്ണം ചോയ്സ്. അപ്പോൾ 6 × 3 നമുക്ക് അവിടെ നിന്ന് കിട്ടാവുന്നത് എത്ര മോനെ? 18. ഓക്കെ, ഇതാണ് നമുക്ക് 60 നോക്കിക്കേ. അപ്പോൾ 18ഉം 24യുടെ 42 + 18 എത്രയാണ്? 60. ഇങ്ങനെയാണ് നമുക്ക് 60 എന്ന് പറയുന്ന ടോട്ടൽ കിട്ടുന്ന വഴി. ക്ലിയർ ആയല്ലോ? ഇനി അതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ അറിഞ്ഞ് വേണം പഠിക്കാൻ. നമുക്ക് തന്നെ ഇപ്പോൾ ഇവ രണ്ടെണ്ണം എഴുതിയില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ഫുൾ മാർക്ക് വേണ്ടവർക്ക് എന്തെങ്കിലും ഒരു ചാപ്റ്റർ ടഫാണെന്ന് കണ്ടു, ഇത്തിരി കുറച്ച് പഠിച്ചാലും നമുക്ക് പ്രശ്നമൊന്നും നേരിടത്തില്ല എന്നർത്ഥം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് 20 മാർക്ക് ഇൻറ്റേണൽ ഉണ്ട്. ഓക്കെ, ഇൻറ്റേണൽ. അപ്പോൾ ഈ ഇൻറ്റേണലോട് ചേർത്ത് വരുമ്പോൾ 20-ൽ, അപ്പം നമുക്ക് 60-ൽ എത്ര കിട്ടി, എഴുതി കിട്ടി എന്നുള്ളത് ഇവിടെ വരും. 20-ൽ എത്ര കിട്ടി ഇൻറ്റേണൽ എന്നുള്ളതും അവിടെയും കിട്ടും. ഓക്കെ, അപ്പോൾ 20 ചിലപ്പോൾ 20ഉം കിട്ടാം, അല്ലെങ്കിൽ 19, അതിൽ കൂടുതലൊന്നും താഴോട്ട് പോവില്ല. 19, 20 കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇത് രണ്ടുകൂടെ ചേർത്ത് നമുക്ക് ഇവിടോട്ട് പുതിയ മാർക്ക് വരും 80-ൽ. അപ്പോൾ നമ്മുടെ മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ 80-ലായിരിക്കും. റിട്ടേൺ എക്സാമായ 60-ൽ നിന്നും കിട്ടുന്നതും ഇൻറ്റേണലായ 20-ൽ നിന്നും കിട്ടുന്നതും ചേർത്ത് 80 ഔട്ട് ഓഫ് 80. അതാണ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ നോക്കിയാൽ ഇപ്പോൾ ഒരു ലൈക്കോ ഒരു ഷെയറിങ്ങോ ഒക്കെ നടത്താൻ തോന്നുമെങ്കിൽ, മനസ്സിലായെങ്കിൽ, ആത്മാർത്ഥത മനസ്സിലായെങ്കിൽ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ പുതിയ കുട്ടികളുണ്ടെന്ന് എത്തണം. നിങ്ങൾ വഴി ഇപ്പോൾ ഒരാൾ കാണുന്നെങ്കിൽ അതൊരു 3 പേരിലോട്ടെങ്കിലും എത്താനുള്ള വഴി നിങ്ങൾ കണ്ടെത്തുക. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് അടിപൊളിയായിട്ട് മനസ്സിലായി എന്നാണ് എൻ്റെ തോന്നൽ. എല്ലാ കാര്യമുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ബുക്കിലോട്ട് എഴുതിയൊന്ന് കുറിച്ച് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നോക്കി സമാധാനിക്കാം. എങ്ങനെയാണ് ഞാൻ ഇത്ര നാളും പഠിച്ചിട്ടുണ്ട്, എൻ്റെ പഠിത്തം എങ്ങനെയുണ്ടെന്ന് സ്വയം ഒന്ന് അസസ് ചെയ്യാനുള്ള വഴിയുണ്ട് കേട്ടോ. അതിനുവേണ്ടിയാണ് ഇത്രയും ഞാൻ കൃത്യമായിട്ട് നല്ല രീതിയിൽ കൂടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇതേപോലെയാണ് ഫിസിക്സും കെമിസ്ട്രി എല്ലാം. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ വ്യത്യാസമുണ്ട്. ഇതേപോലെ സെഷനല്ല, വേറെയാണ്. പക്ഷേ ഫുൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. 60-ൽ 20 ഇൻറ്റേണൽ, 80-ൽ ടോട്ടൽ. ഓക്കെ, അവിടെയും ചോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അവിടെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒരു 5 എണ്ണം അങ്ങനെയൊക്കെയാണ് ഫിസിക്സിൻ്റെ കാര്യം കേട്ടോ. ഇവിടെ നമുക്ക് 1 മാർക്കൊന്നും എടുക്കത്തില്ല. നമ്മളൊക്കെ ഇത്തിരി വലിയ ആൾക്കാർ 3 മാർക്കിൻ്റെ പരിപാടി തുടങ്ങുന്നുണ്ട് കേട്ടോ. 3, 4, 6 കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ അല്ലാതെ കൊച്ചു ക്വസ്റ്റ്യനും കണ്ടെന്ന് ഇവിടെ ഇരിക്കാൻ ടൈമില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഒന്നും കുഴപ്പമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്ലാസ് ഇതേപോലെ നമ്മൾ എത്തും. നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസ്കഷനാണ്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സുകൾ, ആരൊക്കെയാണെന്ന് പരിചയപ്പെടുക. എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്, ഒരു വഴിക്ക് പോകുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രയോജനം ചെയ്യും എക്സാമിന്. ഓക്കെ, അത് അടുത്ത ക്ലാസ് എത്തും. അപ്പോൾ എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിടുക, മറ്റുള്ളവരൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയ ക്ലാസ് മീൻസ് +1 എല്ലാവർക്കും സ്വാഗതം. നല്ലപോലെ പഠിക്കുക. എല്ലാവർക്കും നല്ലപോലെ പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.